ഇന്ന് സാറ്റർഡേ, ഇന്ന് ഞങ്ങൾക്ക് അവധിയായിരുന്നു കേട്ടോ. ഇന്നും ജോലിക്ക് പോകണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 മണിവരെ കുറേ അധികം കാര്യങ്ങളുമായിട്ട് ബിസി ആയിരുന്നു. 2 മണിക്ക് ശേഷം ഒന്ന് കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് അമ്മച്ചി ഉണ്ടാക്കിയ നല്ല ചോറും ചാളക്കറിയും കപ്പ കുഴച്ചതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മച്ചി ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇന്ന് പുറത്തോട്ട് പോകുകയാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പോകാനായിട്ട് വണ്ടി എടുക്കാനായിട്ട് ഇറങ്ങിയ ഞാൻ തിരിച്ച് വന്നിട്ടൊന്ന് നോക്കുവാണ് കേട്ടോ. കാരണം ഇങ്ങനെ നടക്കുന്നത് ഒരു 1.5 ആഴ്ചയ്ക്ക് ശേഷമാണ്. കാരണം നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ, ഞാൻ 2-3 വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് മഴയത്ത് വെള്ളം പൊങ്ങിക്കിടന്ന സ്ഥലം. മഴയുടെ സമയത്തൊക്കെ വീടിന് ചുറ്റും നല്ല വെള്ളക്കെട്ടായിരുന്നു കേട്ടോ. റോഡ് പൊങ്ങി പുരയിടം താണു. അതാണ് ഞങ്ങളുടെ പ്രശ്നം. അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ മാറി. അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. സ്ഥിരമായിട്ട് ഞാൻ ചിക്കൻ മേടിക്കുന്ന കടയിൽ നിന്ന് തന്നെ ചിക്കൻ വാങ്ങിച്ചില്ലെങ്കിൽ ഒരു മനസ്സംതൃപ്തിയില്ല. അപ്പോൾ അവിടെ വന്ന് ചിക്കൻ വാങ്ങിക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് ഒരു ചായക്കടയുണ്ട്. അപ്പോൾ ഇത് 2 ചേച്ചിമാരുടെ കടയാണ് കേട്ടോ. ചിക്കൻ വെട്ടുന്നതും ചേച്ചിയാണ്, ചായ ഉണ്ടാക്കുന്നതും വേറൊരു ചേച്ചിയാണ്. അപ്പോൾ ഇവരായിട്ട് നല്ല കമ്പനിയാണ്. അതുകൊണ്ട് ചിക്കൻ ഓർഡർ ചെയ്തിട്ട് ഇപ്പുറത്ത് വന്നിട്ടൊരു ചായ കുടിക്കും. ഇന്ന് എന്തായാലും ചായ അല്ലായിരുന്നു, കട്ടൻ കാപ്പി ആയിരുന്നു. അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിച്ചു, കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു, അവരോട് ടാറ്റയൊക്കെ പറഞ്ഞു. ഞാനിങ്ങ് പോകുന്നു കേട്ടോ. പിന്നെ വീട്ടിലോട്ട് ഒരു മാറ്റ് ആവശ്യമായിരുന്നു. അടുക്കളയിൽ ഇടാനാണ് കേട്ടോ. ഞങ്ങൾക്ക് വീട് വെഞ്ചിരിപ്പും കാര്യങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ കുറേ പഴയ സാധനങ്ങളൊക്കെ നമ്മൾക്ക് ബഹിഷ്കരിക്കാനുണ്ട്. എന്നിട്ട് പുതിയതൊക്കെ വിരിക്കേണ്ട സമയമായി. ഈ ഫ്ലോർ മാറ്റ് ശരിക്കും ബാക്കിൽ ഒരു റബ്ബർ ടച്ച് വരുന്ന ഒരു ഫ്ലോർ മാറ്റാണ് കേട്ടോ. ഇത് മീറ്ററിന് 300 രൂപയാണ്, 1.5 മീറ്ററാണ് വാങ്ങിയത്. തിരികെ വന്നിട്ട് പിന്നെയും ചായ കുടി. കൂട്ടത്തിൽ അമ്മച്ചിയുണ്ട് കേട്ടോ. അപ്പം അമ്മച്ചിയും ഞാനും കൂടെ ഇരുന്നുകൊണ്ട് ചായ കുടിച്ചു. ഞാൻ എൻ്റെ വീട്ടിലെ റോക്ക് സ്റ്റാറും പെർഫോമറൊക്കെയാണ്. എൻ്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മച്ചിയാണ് കേട്ടോ. ഇതൊക്കെ യൂട്യൂബിൽ ഇട്ടെന്ന് പറയാതെ പറഞ്ഞതുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചത്. അപ്പോൾ പെർഫോമൻസ് കഴിഞ്ഞു. വാ നമുക്കിനി ഒരു ചിക്കൻ കറി വെക്കാവേ. ഈ ചിക്കൻ കറി ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബ് ഷോർട്സിൽ കണ്ടതാണ്. ആ യൂട്യൂബ് ഷോർട്സിൽ കണ്ട അതേ റെസിപ്പി അല്ല കേട്ടോ. ഞാൻ എൻ്റെതായ രീതിയിൽ ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടികളില്ലേ ചിക്കൻ കറി വെക്കുമ്പോഴത്തേക്ക്, അതായത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇറച്ചി മസാല, മുളക് പൊടി, ഇതൊക്കെ നമ്മൾ എണ്ണയിലൊന്ന് വഴറ്റുവാണ് കേട്ടോ ആദ്യമേ തന്നെ ചെയ്യുന്നത്. ഞാൻ എണ്ണയിൽ വഴറ്റാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ചാലിച്ചതിന് ശേഷമാണ് എണ്ണ ചൂടായപ്പോഴത്തേക്ക് അതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഷോർട്സിൽ എണ്ണയിലോട്ട് പൊടികളെല്ലാം ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഡയറക്റ്റ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകുമെന്നുള്ളൊരു പേടി കാരണമാണ് കേട്ടോ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കുതിർത്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ മസാലപ്പൊടിയെല്ലാം എണ്ണയിൽ കിടന്ന് അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മൂത്തതിന് ശേഷം കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്ത് ഇളക്കി ഒരു ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. മൂടി മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ. പ്രത്യേകിച്ച് വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ചിക്കനിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സവാള അരിഞ്ഞതും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി എല്ലാം കൂടെ അരിഞ്ഞത് ഒന്ന് വിതറി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മൂടി തുറന്ന് ചുവട്ടിൽ പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്യാം. 1/2 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ ചിക്കൻ കറി ചെയ്തെടുക്കാവേ. ഞാൻ കണ്ട വീഡിയോയിൽ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ടാണ് കേട്ടോ ചിക്കൻ കറി ഇരിക്കുന്നത്. നമ്മൾ മസാലപ്പൊടികളുടെ കൂടെ ചേർത്ത് കൊടുത്ത വെള്ളമായിരിക്കാം ചിക്കൻ കറിയിലുണ്ടായത്. എന്തായാലും ചിക്കൻ കറിയിൽ വെള്ളം ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ മറ്റൊരു വ്യത്യാസമുള്ളത് തക്കാളി അരച്ച് ചേർക്കുവാണ് കേട്ടോ ചെയ്തത്. എന്തായാലും എനിക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ കറിയായിട്ടാണ് കേട്ടോ തോന്നുന്നത്. കുറേ കറിവേപ്പിലൂടെ വാരി വിതറി കുറച്ച് വെള്ളം നിർത്തിയാണ് കേട്ടോ ഞാൻ ചിക്കൻ കറി കുക്ക് ചെയ്ത് മാറ്റി വെച്ചേക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.